ഹലോ ഗൈസ്, വെൽക്കം ടു സ്ട്രൈക്കണ. ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. ഇവിടെ എന്താണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ, നമ്പർ 1 ബോഡി പാനൽ പ്രോപ്പർ ലെവലിംഗ് അല്ല. നമ്പർ 2 ഓവർ പുട്ടി തിക്നെസ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ പൊളിഞ്ഞു വരുന്നത്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഓരോന്നിനും ഓരോ റോളുണ്ട്, ഓരോന്നിനും ഓരോ തിക്നെസ്സും ഉണ്ട്. അതൊന്നും ആരും നോക്കാറില്ല. എങ്കിലും ഞാൻ പറയാം, ഈ ബോഡി ഫില്ലറിന്റെ തിക്നെസ് 2 mm to 3 mm വരെയാണ്. പോളിസ്റ്റർ പുട്ടി 0.5 mm മുതൽ 1 mm വരെയാണ് പോളിസ്റ്റർ പുട്ടിയുടെ തിക്നെസ് കമ്പനി പറയുന്നത്. ഇപ്പോഴും ഒരുപാട് പേര് ചെയ്യുന്നത് വലിയ ഡെന്റ് ആയാൽ പോലും അതൊന്ന് ലെവല് പോലും ചെയ്യാണ്ട് പുട്ടിയിൽ തന്നെ ഇട്ടെടുക്കാനായിട്ട് നോക്കും. അത് നിങ്ങൾ ആരും പേടിക്കേണ്ട, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് പുട്ടി വരിക തന്നെ ചെയ്യും. നമുക്ക് മാക്സിമം 3 mm താഴെയുള്ള ഡെന്റ് മാത്രമേ പുട്ടിയിൽ എടുക്കാൻ പറ്റുകയുള്ളൂ. മാക്സിമം ഒരു 5 mm മേഖലയിൽ പുട്ടി കയറി കഴിഞ്ഞാൽ പുട്ടി ക്രാക്ക് ആകാൻ അല്ലെങ്കിൽ പുട്ടി പൊട്ടി വരാൻ വേവ്സ് അഥവാ അലകൾ ഉണ്ടാകും. അലകൾ കൂടുതലായി കാണപ്പെടുന്നത് ഈ ഒരു 5 mm മുകളിലോട്ട് വരുമ്പോഴാണ് ഈ ഒരു അലകൾ കാണപ്പെടുന്നത്. ഈ ഒരു വീഡിയോയിലൊക്കെ നോക്കിയേ, ഇതൊക്കെ 5 mm അല്ല, അതിലും കൂടുതൽ പുട്ടിയാണ് ഇതിൽ കയറിയിട്ടുള്ളത്. പ്രോപ്പർ ലെവലിംഗ് അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ചില ലക്ഷറി ബ്രാൻഡുകൾ ഈ ഒരു ബോഡി ഫില്ലർ വർക്ക് റെക്കമെൻഡ് അല്ല, പോളിസ്റ്റർ പുട്ടി മാത്രമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബോഡി ഫില്ലർ തിക്നെസ് വരുന്നത്. അപ്പൊ കഴിവതും വലിയ വലിയ ഡെന്റുകളോ വലിയ വലിയ കുഴികളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം ലെവൽ ചെയ്യുക. ലെവൽ ശേഷം മാത്രം പുട്ടി ഇടുക. അപ്പോൾ ഇതാണ് പുട്ടിയുടെ തിക്നെസ്. പുട്ടിക്ക് മാത്രമല്ല, ഓരോന്നിനും ഓരോരോ തിക്നെസ് ഉണ്ട്. പെയിന്റിനായാലും ക്ലിയറിനായാലും എല്ലാത്തിനും ഓരോരോ തിക്നെസ് ഉണ്ട്. ഇതൊന്നും ആരും അങ്ങനെ നോക്കാറില്ല. ഈ പറഞ്ഞ ഞാൻ പോലും അങ്ങനെ നോക്കാറില്ല. എങ്കിലും നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം എത്രയാണ് ഇതിന്റെ തിക്നെസ്, എത്രയാണ് ഇതിന്റെ MM, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഇതുപോലത്തെ പെയിന്റിംഗ് റിലേറ്റഡ് വീഡിയോസിനായി ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുക.